മെസ്സിക്ക് ശേഷം സൂപ്പർ സ്റ്റാർ മെറ്റീരിയലായി ഏറ്റവും കൂടുതൽ ഹൈപ്പ് ലഭിക്കുന്ന യുവതാരം. 2022 തുടക്കകാലം മുതൽ അർജന്റീനിയൻ മാധ്യമങ്ങൾ കൊട്ടിയാഘോഷിക്കപ്പെടുന്ന പുത്തൻ താരപ്പിറവിൽ നിന്നാണ് ക്ലോഡിയോ എച്ചവേരിയുടെ തുടക്കം എന്ന് പറയാം. തന്റെ 16-ാം വയസ്സിൽ റിവർ പ്ലേറ്റിന് വേണ്ടി പകരക്കാരനായി ഇറങ്ങിയ ആദ്യ മത്സരത്തിൽ തന്നെ കിടിലൻ അസിസ്റ്റ് നൽകിക്കൊണ്ടാണ് സീനിയർ കരിയറിന് ക്ലോഡിയോ തുടക്കം കുറിക്കുന്നത്. 2023 മാർച്ചിൽ അർജന്റീന സീനിയർ ടീം പരിശീലന വേളയിലേക്ക് ലയണൽ സ്കലോണിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം എച്ചവേരി വരുന്നിടത്ത് നിന്നാണ് ലോക മാധ്യമ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് കടന്നു വരുന്നത്. തുടർന്ന് പ്രശസ്ത സ്പോർട്സ് മാഗസിനായ ഗാർഡിയൻസിന്റെ 2006-ൽ ജനിച്ച ഏറ്റവും മികച്ച ടാലന്റ് ഫുട്ബോളർ ലിസ്റ്റിൽ മുൻപന്തിയിലേക്ക് അദ്ദേഹം കുതിച്ചു പാഞ്ഞു. 2023 നവംബറിൽ അണ്ടർ-17 ലോകകപ്പിൽ ബ്രസീലിനെതിരെ ഹാട്രിക് നേടിയതോടെ യൂറോപ്യൻ മാധ്യമങ്ങളിലെ വലിയ ചർച്ചാ വിഷയവും ഹീറോ പരിവേഷവും അദ്ദേഹത്തെ തേടിയെത്തി. മുൻനിര ക്ലബ്ബുകളുടെ കരാർ വാഗ്ദാനങ്ങളും അദ്ദേഹത്തെയും റിവർ പ്ലേറ്റിനെയും തേടിയെത്തിയെന്നും പറയാം. കടുത്ത മെസ്സി ബാഴ്സലോണ ആരാധകനായ എച്ചവേരി സ്പീഡ്, വിഷൻ, പൊസിഷനിങ്, ക്രിയേറ്റിവിറ്റി, ട്രബിളിംഗ് എന്നിവയിലെല്ലാം മോഡേൺ ഫുട്ബോളിലെ ഭാവി വാഗ്ദാനമാകുന്ന തരത്തിലാണ് ഇപ്പോൾ പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്നത്. ആക്രമണോത്സുകമായി ട്രിബിളിംഗ് ചെയ്യുന്നതിനാൽ ലിറ്റിൽ ഡെവിൾ എന്ന ഇരട്ടപ്പേരിലാണ് റിവർ പ്ലേറ്റ് ആരാധകർക്കിടയിൽ എച്ചവേരി അറിയപ്പെടുന്നത് എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2023 ഡിസംബറിൽ ഇഷ്ട ക്ലബിനെ കുറിച്ചും യൂറോപ്യൻ എൻട്രിയെ കുറിച്ചും വാചാലനായി അദ്ദേഹം ഒരു TV ചാനൽ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. താൻ റിവർ പ്ലേറ്റിൽ തന്നെ കരാർ പുതുക്കുവാനും കളിക്കുവാനുമാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞു വെച്ചത്. ഇത് അദ്ദേഹം പരസ്യമായി പറഞ്ഞത് താരത്തെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. യൂറോപ്പിലെ പല മുൻനിര ക്ലബ്ബുകളും അദ്ദേഹത്തെ സമീപിച്ചുവെങ്കിലും പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്കാണ് അവസാനം ആ നറുക്ക് വീണു കിട്ടിയത്. 2024 ജനുവരിയിൽ എച്ചവേരിയുമായി 4 വർഷത്തെ കരാറിലാണ് മാഞ്ചസ്റ്റർ സിറ്റി ഒപ്പുവെച്ചിരിക്കുന്നത്. റിവർ പ്ലേറ്റ് മാനേജ്മെന്റുമായുള്ള അടുപ്പവും ജൂലിയൻ അൽവാരസിന്റെ ഡീൽ നടത്തിയതിലുള്ള വിശ്വാസ്യതയും കണക്കിലെടുത്തുകൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റി എച്ചവേരിയെ നിലവിൽ റിവർ പ്ലേറ്റിന് തന്നെ ലോണിൽ കളിക്കാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ്. 2025 ജനുവരിയിൽ യുവതാരം എത്തിഹാദിൽ എത്തിച്ചേരുമെന്നാണ് വാർത്തകൾ പറയുന്നത്. അർജന്റീന അണ്ടർ-17, 20, 23 ടീമുകൾക്കായി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള യുവതാരം പാരീസ് ഒളിമ്പിക്സ് ടീമിലെയും പ്രധാന കണ്ണിയാണ് എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഈ വർഷം ഇനി ബാക്കിയുള്ള ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ലയണൽ സ്കലോണി ടീമിലേക്ക് വിളിക്കാൻ ഏറ്റവും സാധ്യതയുള്ള താരവും എച്ചവേരി തന്നെയാണ്. പരിക്കുകളോ അനുബന്ധ പ്രശ്നങ്ങളോ അലട്ടിയിട്ടില്ല എങ്കിൽ യൂറോപ്യൻ ഗോൾ മുഖങ്ങളെയും പ്രതിരോധങ്ങളെയും വിറപ്പിക്കാൻ എച്ചവേരിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് അർജന്റീനൻ ആരാധകർ ഈ പുത്തൻ താരോദയത്തിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് അവരുടെ പ്രതീക്ഷയും എന്ന് പറയാം. ലയണൽ മെസ്സി, ഡി മെരിയ, റിക്വൽമി, ബാറ്റിസ്റ്റ തുടങ്ങിയവർക്ക് നേരിടേണ്ടി വന്ന കിരീടക്ഷാമത്തിന്റെ വെല്ലുവിളികളും പാപഭാരങ്ങളും ഏൽക്കേണ്ട സാഹചര്യം ഇല്ലാത്തതിനാൽ 2026 ലോകകപ്പിലും തുടർന്ന് അർജന്റീനയുടെ മുൻനിര താരങ്ങളിലൊരായി ക്ലോഡിയോ എച്ചവേരി മാറുവാൻ തന്നെയാണ് സാധ്യതകൾ കാണിച്ചു തരുന്നത്. എന്തായാലും എന്താണ് ക്ലോഡിയോയുടെ ഭാവി എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.